നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് വി രാജേഷ്, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ 74ാം ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന് എല്ലാവിധ ജന്മദിന ആശംസകളും നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദിജിയുടെ കീഴിൽ ഭാരതം വികസന മേഖലയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് സമ്മാനിച്ചത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിന്റെ തലസ്ഥാനം കൂടിയാണ് തിരുവനന്തപുരം ജില്ല. അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ വളരെ നല്ല രീതിയിൽ വിപുലീകരിക്കാൻ പോകുന്ന ഒരു വികസന പ്രവർത്തനമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് നടത്തിയ വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിഴിഞ്ഞത്ത് ഇത്തരത്തിലുള്ള ഒരു തുറമുഖം നിർമ്മാണം സാധ്യമായത്. തീർച്ചയായിട്ടും അത് വികസന മുന്നേറ്റത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ പാതകളുടെ വികസനം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയത് ടൂറിസത്തെയും പൊതുഗതാഗതത്തെയും വളരെ സജീവമായിട്ട് തിരുവനന്തപുരത്തിന് ഗുണപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആരോഗ്യ മേഖലയിൽ രാജഭരണകാലത്ത് തന്നെ സ്ഥാപിക്കപ്പെട്ട ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. നിരവധി പ്രോജക്ടുകൾ ശ്രീ തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇസ്രോ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഏറ്റവും മികച്ച തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുവാനും സമാനതകളില്ലാത്ത കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും നമ്മുടെ രാജ്യത്തെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ 1ാം സ്ഥാനത്ത് എത്തിക്കുന്നതിന് പോലും പര്യാപ്തമായ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുവാൻ വേണ്ടി ഇസ്രോയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രോജക്റ്റുകൾ ഗുണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ്, കിസാൻ സമ്മാൻ നിധി, സുകന്യ സമൃദ്ധി യോജന പദ്ധതി, അങ്ങനെ ഒരു വാക്കിൽ ഒതുങ്ങാത്ത പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ സിറ്റിയായിട്ട് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് അനുവദിച്ച ഇലക്ട്രിക് ബസ്സുകൾ ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തിന് 1000 കോടി രൂപ അനുവദിച്ച സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടെയുള്ളവ തിരുവനന്തപുരത്തിന്റേത് മാത്രമല്ല കേരളത്തിന്റെ തന്നെ വികസന മുന്നേറ്റത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത്രത്തോളം നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിജിയുടെ 74ാം ജന്മദിനത്തിന് 1000 ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.